കണ്ണീർ വീണ ജീവിതം നമുക്ക് വേണ്ട എന്ന് പലതവണ കാവ്യമാധവന്റെ അച്ഛൻ കാവ്യയോട് പറഞ്ഞിരുന്നു. അതേക്കുറിച്ച് കാവ്യ പറയുന്നത് ഇങ്ങനെ: അച്ഛൻ പി മാധവന്റെ വിയോഗത്തിന്റെ വിഷമത്തിലാണ് നടി കാവ്യ മാധവൻ. 75-കാരനായ പി മാധവൻ ചെന്നൈയിൽ വെച്ചാണ് മരിച്ചത്. കാസർഗോഡ് നീലേശ്വരം സ്വദേശിയായ പി മാധവൻ സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന വസ്ത്ര സ്ഥാപനത്തിന്റെ ഉടമയായിരുന്നു. കാവ്യയ്ക്കൊപ്പം എന്നും നിഴലായി കൂടെ ഉണ്ടായിരുന്ന ആളാണ് അച്ഛൻ. മകളുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തണലായി നിന്ന വ്യക്തി. കാവ്യ കലാകാരിയാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പിതാവാണ്. ബാലതാരമായി അഭിനയ രംഗത്തേക്ക് വന്ന കാവ്യ പെട്ടെന്ന് ജനശ്രദ്ധ നേടി. എന്നാൽ കാവ്യയെ അഭിനയിപ്പിക്കണമെന്ന് അച്ഛനും അമ്മയും ആഗ്രഹിച്ചിരുന്നു. നാട്ടിൻ പുറത്തുകാരിയായ മാധവനും ഭാര്യയും ശ്യാമളയും സിനിമാ ലോകത്തെക്കുറിച്ച് ഭയത്തോടെയാണ് കണ്ടത്. എന്നാൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ലാൽ ജോസിന്റെ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിൽ കാവ്യ നായികയായി എത്തി. ലാൽ ജോസും മറ്റുള്ളവരും ഏറെ പറഞ്ഞ ശേഷമാണ് മകളെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ കാവ്യയുടെ അച്ഛനും അമ്മയും തയ്യാറായത്. എന്നാൽ സിനിമാ ലോകത്തിന്റെ 2 വശങ്ങൾ മനസ്സിലാക്കാൻ മാധവനും ശ്യാമളയ്ക്കും പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല. മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായപ്പോഴും സാമ്പത്തികമായി ചില കബളിപ്പിക്കലുകൾ നടിക്കും കുടുംബത്തിനും നേരിടേണ്ടി വന്നു. പറഞ്ഞുറപ്പിച്ച പ്രതിഫലം കാവ്യയ്ക്ക് ലഭിക്കാതെ പോയ സാഹചര്യമുണ്ട്. ഒരിക്കൽ ഇതേക്കുറിച്ച് കാവ്യ സംസാരിച്ചിരുന്നു. താനും കുടുംബവും പണത്തിന്റെ കാര്യത്തിൽ കാണിച്ചവരല്ല എന്ന് നടി വ്യക്തമാക്കി. ഞങ്ങളുടെ ഫാമിലിയിൽ ആരും അങ്ങനെ പിടിച്ചു വാങ്ങുന്ന സ്വഭാവക്കാരല്ല. ചിലപ്പോൾ പ്രൊഡ്യൂസർ വന്ന് കണ്ണൊക്കെ നിറഞ്ഞ് പറയുമ്പോൾ തന്റെ അച്ഛൻ അയ്യോ കണ്ണു നിറഞ്ഞിട്ടുള്ള പൈസ നമുക്ക് വേണ്ട എന്ന് പറയും. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല, ദോഷം മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എനിക്കോ അച്ഛനോ അമ്മയ്ക്കോ ചേട്ടനോ ഇതുവരെ മാറ്റം ഉണ്ടായിട്ടില്ല. ഞങ്ങളെ ഇപ്പോഴും ആൾക്കാർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കാവ്യ മാധവൻ പറഞ്ഞു.